വിഴിഞ്ഞത്താണ്. ഇത് സർ മറ്റേ മിഡ് റേഞ്ച് പെട്രോളിംഗ് എന്ന് പറയും, ഇതിനകത്ത് ഫാസ്റ്റ് പെട്രോൾ വെസൽ എന്ന് പറയും. എത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ചിരിയിൽ നമ്മളെല്ലാ ഒരു മണിക്കൂറോടെ 250 ലിറ്റർ വേണം, 254 ലിറ്റർ ഡീസൽ കത്തും. 10 വരെയാണെങ്കിൽ 25-24 ലിറ്റർ കത്തും. അല്ലെങ്കിൽ
വേറെ കൈ വെക്കേണ്ടത് അവിടെ ഇതില്ലല്ലോ. നമ്മളെ വാട്ടർ വാട്ടർ ഡോക്യുമെന്റേഷൻ ഫോട്ടോഗ്രാഫി ചെയ്തു. ഓ ഞാൻ കുഴപ്പമില്ല. ക്യാമറ ഒരു മില്ലില്ലേ ആ തോണി കൂടെ കിട്ടിയില്ല. നമുക്കൊന്ന് ബാക്കിലോട്ട് കുറച്ച് പിറകോട്ട് കിട്ടും. അവരതൊന്നും എടുത്തോട്ടെ. അതിന് രണ്ടും കൂടി എടുക്കുന്നത് അത് ഇവർക്ക് കിട്ടിയല്ലോ. ആരാ ഇത്? സോറി ഇയാളെ തള്ളി ഇയാളുടെ തള്ളിയല്ല. എന്തോ കാര്യം ചോദിക്കാം. ഇല്ല തന്നില്ല. Position bridge, ship is making way now. I say that again, ship is making way. ജീവിതവും ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്ന നിലക്ക് മത്സ്യസമ്പത്തിന്റെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടാക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് അതിൽ ഇന്ന് നടന്ന സീ റാഞ്ചിങ് അഥവാ മത്സ്യ വിത്ത് നമുക്ക് പ്രധാനമന്ത്രി മത്സ്യസമ്പദന യോജനയിൽ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുവെന്ന്
കേന്ദ്ര ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഹാർബർ നിർമ്മാണങ്ങളും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റീഫുകളും അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള ഈ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മത്സ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സമർപ്പിച്ചിട്ടുള്ള പ്രപ്പോസലുകൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുകയും അത് നമുക്ക് സാധ്യമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഈ വൈകികളിൽ കൂടുതൽ ആവശ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാർക്ക്, ബഹുമാനപ്പെട്ട എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിനെ ഞാൻ ആത്മാർത്ഥമായി യോഗത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അതേപോലെ തന്നെ സീ റാഞ്ചിങ് പരിപാടി, മത്സ്യ വിത്ത് നിക്ഷേപം നടത്തുന്നത് സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ളതും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ സാറാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര വകുപ്പ്, ന്യൂനപക്ഷകാര്യ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിന്റെ ഏത് വിഷയങ്ങൾ അദ്ദേഹത്തോട് നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചാലും അദ്ദേഹം ഏറ്റവും വളരെ പോസിറ്റീവായി ക്രിയാത്മകമായി ഇടപെടുകയും അതിനുവേണ്ടുന്ന എല്ലാ സപ്പോർട്ട് നൽകുകയും അംഗീകാരം വാങ്ങിത്തരുന്നതിന് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം തന്നെ നമുക്കറിയാം, മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്കടക്കം പരിഹാരമാകുന്ന രീതിയിലുള്ള ഹാർബർ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വലിയ രീതിയിൽ ഇടപെടുകയും അതിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ സജി ചെറിയാൻ സാറ് നിരന്തരമായി അദ്ദേഹത്തെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് നമുക്ക് ഈ അംഗീകാരം ലഭിക്കാനിടയത്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ കേരള സർക്കാരിന്റെയും ഈ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്മുടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും വ്യക്തിപരമായ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചു. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറ്റിട്ടുള്ളത് ശ്രീ ശശി തരൂർ സാറാണ്, MP ആണ്. അദ്ദേഹം നമ്മുടെ ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ കൃത്യാന്തര ബാഹുല്യം കാരണം ഒരു പക്ഷേ വരാൻ സാധ്യമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അവരും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്, എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ അഭാവത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാനിവിടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും നല്ല രീതിയിൽ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർഡിന്റെ കൗൺസിലറാണ് ശ്രീ നിസാമുദ്ദീൻ ഹാർബർ, ഈ വാർഡിന്റെ കൗൺസിലർ. അദ്ദേഹത്തെ ഞാൻ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഇടവകയിലെ വികാരി റവറൻ മോൺ ഡി ഡോക്ടർ നിക്കോളസ് ടി, അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ്. അദ്ദേഹം എല്ലാത്തിലും നമുക്ക് അകമഴിഞ്ഞ സപ്പോർട്ട് നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിഴിഞ്ഞം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷാഫി, നമ്മുടെ ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യവും സപ്പോർട്ടും നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. CPMന്റെ പ്രതിനിധിയായി ഈ കോവളം മേഖലയിലെ ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ സുധീർ ഖാൻ യു, അദ്ദേഹത്തെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കോവളത്തിന്റെ ശ്രീ ആംബ്രോസ്, അദ്ദേഹത്തെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് GJ രാജ്മോഹൻ, BJP മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. CPIയുടെ നേതാവ് ശ്രീ നെൽസൺ, അദ്ദേഹത്തിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ H. റഹ്മാൻ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ കൃതജ്ഞത അവതരിപ്പിക്കുന്നത് നമ്മുടെ അഡീഷണൽ ഡയറക്ടർ ശ്രീമതി സ്മിത നായരാണ്. അവരെയും ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ മുഖ്യ കർത്താക്കളിൽ രണ്ട് നമ്മുടെ മത്സ്യവകുപ്പിന് കീഴിലുള്ള 2 ഏജൻസികളുണ്ട്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതേപോലെ തന്നെ അഡാക്ക്. അവരുടെ അഡാക്കിന്റെ MD ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ KCDCയുടെ MD ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ബിജോ ജോൺ, നമ്മുടെ ബിജോ ജോൺ IRS, കേന്ദ്ര നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ PS ആണ്, അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സഹപ്രവർത്തകരെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പത്രപ്രവർത്തകരെയും പോലീസുകാരെയും പോലീസ് സംവിധാനത്തെയും നാട്ടുകാരെയും മുഴുവൻ എല്ലാ ആൾക്കാരെയും